വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. തമ്പനയിൽ കണ്ട പോലെ തന്നെ മൂകാംബികയ്ക്ക് പോവുകയാണ് ഞങ്ങൾ. അതിനായി ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. നമ്മളിത് 2 പാർട്ടായിട്ടായിരിക്കും കേട്ടോ ഈ വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ബൊമ്മിക്കുട്ടീനെ റെഡിയാക്കുവാണേ. അവളെ എഴുത്തിനിരുത്താനാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി 12 മണിയായപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്നും കണ്ണൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും റെഡിയായി സെറ്റായി നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ 2 വണ്ടിക്കാണ് പോകാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നുള്ളവർക്ക് ഊബർ ബുക്ക് ചെയ്തു. കണ്ണൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാനും ഒക്കെ ആയിട്ട് നമ്മൾ ചേട്ടൻ കൊണ്ടാക്കിയായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് വരുന്നില്ലായിരുന്നു, ലീവ് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ കമ്പാർട്ട്മെൻറ്റിൽ കുറച്ച് കൺഫ്യൂഷൻ വന്നു കേട്ടോ. ആദ്യം നമ്മൾ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ നേത്രാവതി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണെന്ന് അങ്ങനെ ആരോ കേട്ടു. നമ്മുടെ കൂടെ വന്ന ആരോ കേട്ടു. നമ്മളെല്ലാവരും കൂടെ അത് കേട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടു വരാനായിട്ട്. അപ്പോഴാണ് പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണെന്ന് മനസ്സിലായത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഓടി ബാഗൊക്കെ ആയിട്ട് കുറച്ച് ടെൻസ്ഡായിട്ടോ. നമ്മളിതെല്ലാം പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് എത്തിക്കണ്ടേ, കുറേ ബാഗുകളുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ ഓടി എത്തിയിട്ടോ. അപ്പോഴേക്കും ട്രെയിൻ വന്നു കഴിഞ്ഞായിരുന്നു. പിന്നെ ബൊമ്മിക്കുട്ടി കേട്ടോ ഇതെന്താന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. അവൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി. സീറ്റിനൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടന് വിശന്ന് തുടങ്ങി. പിന്നെ അവനൊരു വെജ് ബിരിയാണി മേടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ആധാറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നു. TTR വരുമ്പോൾ കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളാട്ടോ ശരിക്കും നമ്മുടെ ഈ ട്രിപ്പ് എൻജോയ് ചെയ്തത്. അവർ 4 പിള്ളേരുണ്ട് കേട്ടോ, ചേച്ചിമാരുടെ പിള്ളേരാണ്. അവർ ഒരേ പ്രായത്തിലുള്ള ഇതുണ്ട്. അവർ സ്നാക്സ് എല്ലാം കഴിച്ച് അവരുടേതായ ലോകത്തായിരുന്നു. അമ്മയൊക്കെ ഉറങ്ങാനായിട്ട് കിടന്നു. പിന്നെ പാലക്കാടായപ്പോഴത്തേക്കും 2 ചേട്ടന്മാർ, കാസർഗോഡ് നിന്നുള്ള ചേട്ടന്മാർ ട്രെയിനിൽ കയറിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്ത്. ഇതാ ചേട്ടന്മാർ അവനെ കൊണ്ട് പറയിച്ചതാട്ടോ. കുറച്ച് നേരം കോമഡി ആയിരുന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും നമ്മൾ ഫാമിലി എല്ലാവരും ചായയൊക്കെ കുടിച്ചിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കോഴിക്കോടെങ്ങാണ്ട് അടുക്കാറായിരുന്നു. അപ്പോൾ പിന്നെ കോഴിക്കോടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനൊന്ന് ചെറുതായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ നമ്മൾ കണ്ണുറങ്ങണ വെളുപ്പിന് 2 മണിക്ക് ബൈൻഡൂർ സ്റ്റേഷനിലെത്തി. മൂകാംബികയിലേക്ക് ട്രെയിനിനാണ് വരുന്നതെങ്കിൽ ബൈൻഡൂർ ഇറങ്ങുന്നതാണ് കേട്ടോ ഏറ്റവും സ്യൂട്ട്. കാരണം മംഗലാപുരത്തൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. ബൈൻഡൂരിൽ നിന്ന് ഒരു 900 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാക്സിക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. അപ്പം നമ്മൾ മംഗലാപുരം വരെ എത്തി. പിന്നെ അവിടെ നിന്ന് ഇത്രയും ടാക്സി അല്ലെങ്കിൽ ബസ്സൊന്നും പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. ഏത് രാത്രിയാണെങ്കിലും നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ ടാക്സിക്കാർ ഇഷ്ടം പോലെ പേരുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് റിഫ്രഷായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആവണിക്കുട്ടി ഭയങ്കര കോമഡി കേട്ടോ. ആവണി അവളുടേതായ സ്റ്റൈലിൽ കുറേ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കണം വെളുപ്പിന്. അപ്പോൾ നമ്മൾ ആ നിൽക്കുന്നതെല്ലാം ടാക്സിക്കാരാണ്. അങ്ങനെ നമ്മൾ 2 ഒമ്നി വാൻ എടുത്താണ് പോകുന്നത്. ഒരെണ്ണത്തിന് 900 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്തില്ല, അവിടെ പോയി എടുക്കാൻ തീരുമാനിച്ച ലളിതാംബിക ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റൂമിലെത്തിയിട്ടൊന്നും വീഡിയോ പിടിച്ചില്ല, കാരണം ടയേർഡായിരുന്നല്ലോ. രാവിലെ തന്നെ നമ്മൾ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് നടക്കുവാണ്. അവിടെ എത്തി. ആദ്യം നമ്മൾ എൻക്വയറി ചെയ്തപ്പോഴത്തേക്കും തൊഴുതിട്ട് വരാനാണ് പറഞ്ഞത്. തൊഴുതിട്ട് പിന്നെ വിദ്യാരംഭത്തിന് ചീട്ടെടുത്തിട്ട് വിദ്യാരംഭം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. അകത്ത് കയറി നന്നായി തൊഴുതു. ഉണ്ണിക്കുട്ടനും ഞാനും കൂടിയായിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിദ്യാരംഭത്തിനുള്ള ചീട്ട് കൊടുത്ത് ഇരുന്നു. ബൊമ്മിക്കുട്ടി ഇത്തിരി പ്രശ്നമായിരുന്നു. അവൾ എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ആ വീഡിയോ നമുക്ക് കിട്ടിയില്ല. അവൾ നല്ല വാശി പിടിച്ചപ്പോൾ പിന്നെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എഴുതിയത്. നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ അവിദ്യ മൂലനാശിന്യൈ. അങ്ങനെ പൊമ്മിക്കുട്ടിയുടെ നാവിൽ സ്വർണ്ണമോതിരം വെച്ചിട്ട് ഹരിശ്രീ എഴുതിക്കും കേട്ടോ അടുത്ത് അടിക്കുക. അങ്ങനെ നല്ല ഭക്തിസാന്ദ്രമായൊരു നിമിഷമായിരുന്നു അത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മൂകാംബികയിൽ പോകണം എന്നുള്ളത്. പിന്നെ ഞാനിങ്ങനെ പുറമേ നിന്ന് തൊഴുതു. നല്ലൊരു ആംബിയൻസ് ആട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ്. പിന്നെ നമ്മളെല്ലാം ചുറ്റി നടന്ന് തൊഴുവായിരുന്നേ. അപ്പോഴാണ് ഭൂമിക്കുട്ടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഞാനപ്പോൾ തിരിഞ്ഞു നോക്കി. പക്ഷേ അവളെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാനൊന്ന് എസ്കേപ്പ് ആവാൻ നോക്കിയതായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ അവളെ എടുത്തുകൊണ്ട് ഫുൾ തൊഴുതു.
അവളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ നടപ്പ് കുറവാണ്, ഫുൾ എടുത്തുകൊണ്ട് നടക്കണം. പിന്നെ അവിടെ നമ്മൾ വഴിപാടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം മേടിക്കാനായിട്ട് നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട്, അപ്പോൾ ആ സമയത്ത് അവൾ നല്ല ആക്റ്റീവായിരുന്നു. അവൾ അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് സൗപർണിക കാണാനായിട്ട് ഇറങ്ങി. പിന്നെ അവിടെ ഉണ്ണിക്കുട്ടനൊക്കെ കുളിച്ച്, പിള്ളേർ നല്ല അടിച്ച് പൊളിച്ചിട്ട് അവിടെ. അപ്പം നമ്മൾ വൈകിട്ട് കുളിക്കാമെന്ന് ഓർത്തിരുന്നു, ചുമ്മാ വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അന്നദാനത്തിനുള്ള സമയമായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അന്നദാന മണ്ഡപത്തിലേക്ക് നടന്നു. നല്ല ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ, കണ്ണ് കാണാൻ പറ്റാത്ത വെയിലായിരുന്നു. പിന്നെ വേഗം നടന്ന് നമ്മൾ മണ്ഡപത്തിലെത്തി ചോറ് മേടിച്ചു. ചോറും രസവും പിന്നെ അവിടുത്തെ എന്തോ പയറ് പോലത്തെ ഒരു കറിയായിരുന്നു. ഞാനത് കൂട്ടിയില്ല, രസമാണ് കൂട്ടിയത്. രസം കൂട്ടി കഴിച്ചു. നല്ല ആസ്വദിച്ച് കഴിക്കാമെന്ന്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഓടി വന്നു.